ദിനേശേ, എന്താണ് കാണിക്കുന്നേ? നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. വിജയുടെ കുറ്റം കൊണ്ട് മാത്രം നീ വഹിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊന്നും അല്ല ദിനേശൻ, സത്യം പറ. വേറെ ഒന്നുമില്ലടാ. അവൾക്ക് ഇപ്പൊ എന്നെ വേണ്ട. അവൾക്ക് വലുത് അവൾ അച്ഛനും കുടുംബവും. എന്നെയും പിള്ളേരെ അവൾക്ക് വേണ്ടാതായി. ഞാനിപ്പോ ഒറ്റ തടിയാ. ഞാനൊരു പുരുഷനില്ലേ. ഇതുവരെ കാര്യത്തിലോട്ട് വന്നില്ലല്ലോ. പറയടാ, എന്താ നിന്റെ അവസ്ഥ? എനിക്കത് അറിഞ്ഞേ പറ്റും. ഞാൻ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരു ഫോണിലൂടെ ഒരുത്തിയെ പരിചയപ്പെട്ടു. റസിയ. അവളെൻ്റെ ജീവിതത്തിൽ എല്ലാമായിട്ട് മാറി. ഒരു പുരുഷന് വേണ്ടത് എല്ലാം അവൾ എനിക്ക് തന്നു. ഞാൻ ആസ്വദിച്ചു. ജീവിതം മുഴുവൻ ഞാൻ ആസ്വദിച്ചു. പിന്നെയാണ് അതിൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വലിയ കുരുക്കായിരുന്നു. താൻ എന്തോടാ കരുതിയത്? സ്വന്തം പെണ്ണുമ്പിള്ളെ കുറ്റം പറഞ്ഞു വന്നാ ഞാൻ തന്നെ കെട്ടിപ്പിടിച്ചങ്ങ് സ്വീകരിക്കുമെന്ന് വിചാരിച്ചോ? എനിക്കൊരു പുരുഷനല്ലടോ, ഒരുപാട് പുരുഷന്മാരെ വേണം. നല്ല കാശുള്ളവന്മാരെ. അതിലൊരുത്തൻ മാത്രമാണ് നീ. എന്നോട് സഹകരിച്ച ഈ വീഡിയോ തന്റെ ഭാര്യയും കുടുംബവും മക്കളും ലോകവും ഒന്നും അറിയില്ല. എന്ത് തീരുമാനിച്ചു? അത് നിന്റെ ഇഷ്ടം. ഞാൻ എങ്ങനെ മരിക്കാതിരിക്കുക? എനിക്കിനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. നീ മരിക്കണ്ടാ, അതിന് ഞാൻ സമ്മതിക്കത്തില്ല. എല്ലാത്തിനും ഞാൻ നിന്റെ കൂടെ ഇല്ല. നീ എന്ത് ചെയ്യും? അത് എനിക്ക് വിട്ടാരെ. ഇത് ഞാൻ സോൾവ് ചെയ്തിരിക്കും, എൻ്റെ ഉറപ്പാ. ഞാൻ സുജയെ കുറ്റപ്പെടുത്താൻ പറയുമല്ല, പക്ഷെ സുജയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനൊരു കാര്യം വന്നോട്ടെ. ഒരു കല്യാണം കഴിഞ്ഞാൽ പുരുഷനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും മക്കളെല്ലാം വരും. അത് സുജ മനസ്സിലാക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്തെന്നാ ബാലു ഈ പറയുന്നത്? എനിക്ക് എൻ്റെ അച്ഛനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? മറ്റു മക്കൾ നോക്കുന്ന കാട്ടി എൻ്റെ അച്ഛനെ ഞാൻ നോക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതിനാ ജോലി പോലും കളഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സുജയ അച്ഛനെ നോക്കുന്നതിന് ഞാനിവിടെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ഭർത്താവിനെ നോക്കാതെ അച്ഛനെ വന്ന് നോക്കുന്നതിനാണ് ഞാൻ ഈ പറയുന്നത്. അതൊരു ഒളിച്ചോട്ടം അല്ലേ? അല്ലേ? അതിലിപ്പം ദിനേശിന് ഇപ്പം എന്താ കുഴപ്പം? അവിടെ കുട്ടികളുണ്ട്, വീട്ടുകാര്യങ്ങളും നോക്കി സുഖമായിട്ട് കഴിഞ്ഞാൽ പോരെ? കൊള്ളാം, നല്ല ന്യായീകരണം. സുജയ്, അവൻ നിൻ്റെ ഭർത്താവ് മാത്രമല്ല, അവനൊരു പുരുഷൻ കൂടിയാണ്. നല്ല ചോരയും നീരുള്ള പുരുഷൻ. അവന് നിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതെന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത? എന്താ? ബാലുവിൻ്റെ മുഖലക്ഷണം കണ്ടിട്ട് എന്തോ എനിക്ക് സംശയങ്ങൾ തോന്നുന്നുണ്ട്. ദിനേശ് എന്തെങ്കിലും വഴിതെറ്റി വല്ലത്? ഇല്ല, ദിനേശ് അങ്ങനെ ഒന്നും ചെയ്യില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. അവൻ ഇനിയും ചാവാൻ ശ്രമിക്കും. ഇനി ഒരാൾക്ക് മാത്രമേ അവനെ രക്ഷിക്കാൻ കഴിയൂ. സുജയ്ക്ക്. സുജ വിചാരിച്ച അവനെ പഴയ ദിനേശനാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ എന്താ ബാലു ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ ദിനേശിനെ വേണം. ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി. ദിനേശനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ സുജ അതുപോലെ അനുസരിക്കണം. ഹലോ, റസിയ അല്ലേ? അതെല്ലോ, ആരാ? എൻ്റെ പേര് സ്നേഹ എന്നാണ്. സ്നേഹയോ? അങ്ങനെ പറഞ്ഞാൽ റസിയക്ക് മനസ്സിലാവത്തില്ലേ. ഞാൻ ദിനേശിൻ്റെ കാമുകിയാണ്. ഇപ്പൊ അയാളാൽ വഞ്ചിക്കപ്പെട്ടൊരു പെണ്ണാണ്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ദിനേശിന് അയാളെ അറിയാമോ? അതല്ലേ പറഞ്ഞത്, നമ്മൾ രണ്ടും തുല്യ ദുഃഖിതരാണെന്ന്. അയാള് എന്നെ വഞ്ചിച്ച് റസിയയുടെ അടുത്തെത്തി. ഞാൻ റസിയയുടെ അത്ര മിടുക്കിയല്ലാത്തതുകൊണ്ട്
അയാൾ എന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. ഓക്കെ സ്നേഹ, നമുക്ക് അവനെ വെറുതെ വിടരുത്. അവൻ്റെ പൂത്ത കാശുണ്ട്. എനിക്കിപ്പം സ്നേഹയോട് അടുപ്പം തോന്നിക്കുന്നു. അതിൻ്റെ ഒരു വീതം ഇന്നിക്കും തരാം. നമുക്ക് ഒന്നിച്ച് നീങ്ങാം. അവനെ കൊടുക്കണം. ഏറ്റല്ലോ? അതിനെ ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. അതെന്താ? അതെ, എൻ്റെ ഒരു റിലേറ്റീവ് പോലീസ് ഓഫീസർ ഉണ്ട്. പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പോലീസോ? അത് റിസ്ക് അല്ലേ? ഒരു റിസ്ക്കും ഇല്ല. റസിയ അയാളോടൊന്ന് സംസാരിക്കണം. അയാൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. പിന്നെ അയാൾ നമ്മളെ വഴിക്ക് വന്നോളും. എന്താ? അത്രേ ഉള്ളൂ? അതിനെ ഇങ്ങോട്ട് വിട്ടേരെ, ഞാനേറ്റ്. ഓക്കെ. സാറിനെ പോലുള്ള ഒരാള് ഞങ്ങളോടുള്ളത് ഞങ്ങൾക്കൊരു ധൈര്യം തന്നെയാണ്. ഞാനൊരു ഷാഡോ പോലീസല്ല, എല്ലാവരെയും കള്ളത്തരങ്ങൾ അറിയാം. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് കാണും. എന്നെ കാണുന്ന പോലെ കാണണം. പക്ഷെ ഇത് മാത്രം പോരാ. സാറിന് പിന്നെന്താ വേണ്ടത്? എന്നെ കാണേണ്ട പോലെ കാണണം. സാറിന് ആവശ്യമുള്ള പൈസ തരും. പൈസ മാത്രം പോരാ. ഇടയ്ക്കിടയ്ക്ക് സാറും കൊണ്ട് വന്നേരെ. ആരാണ് ഈ ശല്യം ചെയ്യുന്നത്? നീ ഒന്ന് നോക്കടി. നിങ്ങളോ ഈ നിൽക്കുന്ന പെണ്ണ്? അത് ഞാൻ പറയാം. ഞാൻ സുജ, ഈ നിൽക്കുന്ന ദിനേശിന്റെ ഭാര്യ. ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ എൻ്റെ പേര് സ്നേഹ എന്നായിരുന്നു. ഓ, അപ്പൊ ഭാര്യയും ഭർത്താവും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നു അല്ലേ? പിന്നല്ലാതെ, നിന്നെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ തീരുമാനിച്ചു. കൂട്ടാനോ? എന്നെയോ? നല്ല കാര്യമായി കേട്ടോ സ്നേഹ. സോറി സുജയ്, ഭർത്താവിന്റെ ലീലാവിലാസങ്ങളെ എന്റെ ഫോണിലുണ്ട്. ഞാനതെല്ലാം അങ്ങ് വിടും ഏറില്. അതിലും ക്വാളിറ്റി ഓടിയത് എൻ്റെ കയ്യിലുണ്ട് റസിയ. മാത്രമല്ല, നീ ആരെയൊക്കെ ഇതുവരെ പറ്റിച്ചു? നിന്റെ തൊഴിൽ എന്താണ്? അതിനൊക്കെ നീ തന്നെ പറയുന്നത്. സാറെ ഫോണാന്ന് മനസ്സിലായി. നിർത്തിക്കോണം നിന്റെ എല്ലാ കളികളും. മനസ്സിലായോടി? നീ ഓടണം. ചുമ എന്താ എഴുതേടി? അവനെ അങ്ങ് തൊലിച്ചു കളയാന്ന. അവനെ ചോദിക്കാനും പറയുന്ന ആളുണ്ടെന്ന് ഇപ്പം മനസ്സിലായോടി?